ഒരിക്കലും മുങ്ങില്ലെന്നും പറഞ്ഞിറക്കി ആദ്യ യാത്രയിൽ തന്നെ മുങ്ങിപ്പോയ ടൈറ്റാനിക്കിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു മനുഷ്യർ സഹിച്ചത്. പക്ഷേ പൊക്കണമെങ്കിൽ അതെവിടെയാണെന്ന് കണ്ടെത്തണ്ടേ? ടൈറ്റാനിക് മുങ്ങിയത് ഒറ്റ ദിവസം കൊണ്ടാണെങ്കിൽ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്താൻ എടുത്തത് 73 വർഷങ്ങളാണ്. അത് മുങ്ങിയെന്നറിഞ്ഞ ഉടനടി അതിൻ്റെ പിന്നാലെ മനുഷ്യൻ പോയെങ്കിലും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ മനുഷ്യനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ആഴത്തിൽ അത് ആണ്ടുപോയിരുന്നു. എവിടെയാണ് ടൈറ്റാനിക് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരുന്നെങ്കിലും ഇത്തരം ശ്രമങ്ങൾ നടത്തിയവരിൽ പ്രമുഖരായിരുന്നു ഇവർ. പ്രശസ്ത ഗഹന സമുദ്ര ഗവേഷകനായ വില്യം ബീവർ 1930കളിൽ ബയോസ്ഫിയർ എന്ന ആഴം പരിശോധിക്കാവുന്ന ഉപകരണം ഉപയോഗിച്ച് ടൈറ്റാനിക്കിനെ കണ്ടെത്താൻ ശ്രമിച്ചു. എങ്കിലും സാങ്കേതിക പരിധികളും കണ്ടുപിടുത്ത മാർഗങ്ങൾ പരിമിതപ്പെട്ടതുമായതിനാൽ തിരച്ചിൽ വിജയിച്ചില്ല. പിന്നീട് 1953 അമേരിക്കൻ നാവികനായിരുന്ന ജോൺസൺ കണക്കുകൂട്ടിയ ടൈറ്റാനിക്കിൻ്റെ മുങ്ങിയ പ്രദേശത്ത് തിരച്ചിൽ നടത്തി. അദ്ദേഹം മുൻകൂട്ടി കണക്കാക്കിയ സ്ഥലത്ത് ഒന്നും കണ്ടെത്താനായില്ല. ഫ്രഞ്ച് സമുദ്ര ശാസ്ത്രജ്ഞനും പ്രപഞ്ച ശാസ്ത്ര ഡോക്യുമെൻ്ററി ചിത്രകാരനുമായ കൊസ്റ്റോ 1950ലും 70കളിലും ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ തേടി തിരച്ചിൽ നടത്തിയെങ്കിലും അന്നത്തെ സാങ്കേതിക പ്രാപ്തിയില്ലായ്മ കാരണം വലിയ ദൗർഭാഗ്യവശാൽ അദ്ദേഹം കൃത്യസ്ഥാനം കണ്ടെത്താനാകാതെ വന്നുപോയി. ചാൾസ് പെല്ലിഗ്രിനി ആൻഡ് ഡേവിഡ് ബ്രെറ്റിൻ്റെ എന്നിവർ പലവട്ടം ടൈറ്റാനിക്കിൻ്റെ ശരിയായ സ്ഥാനം കണക്കാക്കാൻ ശ്രമിച്ചു. പക്ഷേ അക്കാലത്തെ നാവിഗേഷൻ സാങ്കേതികവിദ്യ പരിമിതമായിരുന്നതിനാൽ 1970ൽ ആരംഭിച്ച ഇവരുടെ ശ്രമങ്ങൾ 1980ൽ പരാജയപ്പെട്ടു. ശീതസമരകാലത്ത് US നാവികസേനയിൽ ചില രഹസ്യ പദ്ധതികൾ ടൈറ്റാനിക്കിൻ്റെ സ്ഥാനം കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ഈ ശ്രമങ്ങളും വിജയിച്ചില്ല. അതേസമയം ബല്ലാർഡിൻ്റെ തിരച്ചിലിന് വേണ്ടിയുള്ള ഫണ്ടിങ് ഈ പദ്ധതികളിലൂടെ ലഭിച്ചു. ഒടുവിൽ അവരെത്തി. RMS ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ 1985 സെപ്റ്റംബർ 1 ആദ്യമായി കണ്ടെത്തിയ റോബർട്ട് ബല്ലാർഡ് എന്ന അമേരിക്കൻ സമുദ്രശാസ്ത്രജ്ഞനും ഫ്രഞ്ച് ഗവേഷകനായ ജീൻ ലൂയിസ് മൈക്കലും മുമ്പ് ശ്രമങ്ങൾ നടത്തിയവരുടെ പദ്ധതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്ലാനാണ് ഇവർ തിരഞ്ഞെടുത്തത്. ടൈറ്റാനിക് മുഴുവനായി കണ്ടെത്താതെ അവശിഷ്ടങ്ങൾ മാത്രമായി കണ്ടെത്തുക എന്നുള്ളത്. സോണാർ ഉപയോഗിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ക്യാമറയുമായി നീങ്ങാവുന്ന ഒരു ദൂരനിയന്ത്രിത വാഹനമായ അർഗോ ഉപയോഗിച്ച് ടൈറ്റാനിക്കിൻ്റെ ബോയിലർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ആദ്യം കണ്ടെത്തി. അപ്പോഴായിരുന്നു അവർ ഒരു കാര്യം കണ്ടെത്തിയത്. ടൈറ്റാനിക്കിന് ഇതുവരെ മുഴുവനായി കണ്ടെത്താൻ കഴിയാതെ പോയതിൻ്റെ രഹസ്യം. ടൈറ്റാനിക് കപ്പൽ രണ്ടായി പിളർന്നിരുന്നു. 3800 മീറ്റർ അഥവാ 12500 അടി ആഴത്തിൽ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ അതായത് 370 മൈൽ അകലെയാണ് ടൈറ്റാനിക്കിനെ ആ നിലയിൽ കണ്ടെത്തിയത്. 1985 ഈ കണ്ടെത്തലിന് ശേഷം നിരവധി സംഘങ്ങൾ അവശിഷ്ടങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ വിചിത്രമായ അവസ്ഥയും സമുദ്രത്തിൽ അതിൻ്റെ സ്ഥിതിയും കൂടുതൽ മനസ്സിലാക്കാനായി. ടൈറ്റാനിക് കണ്ടെത്തുന്നതിന് മുമ്പേ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഉയർത്തുമെന്നതിനെക്കുറിച്ച് വളരെ രസകരമായ പ്ലാനുകളായിരുന്നു പല പ്രമുഖരും കൊണ്ടുവന്നത്. കാന്തം ഉപയോഗിച്ച് ആകർഷിച്ചുയർത്തുക, ടെന്നീസ് ബോളുകൾ നിറച്ചുയർത്തുക, ബലൂണുകൾ വെച്ചുയർത്തുക, അങ്ങനെ പലതും. പക്ഷേ മനുഷ്യർക്ക് വിട്ടു നൽകാതെ വേണമെങ്കിൽ ഇവിടെ വന്നു കണ്ടോളിലെന്നും പറഞ്ഞുകൊണ്ട് അറ്റ്ലാന്റിക് മഹാസമുദ്രം നമ്മുടെ ടൈറ്റാനിക്കിനെ പിടിച്ചു വച്ചിരിക്കുന്നു. പ്രകൃതിയുടെ ശക്തിക്ക് മുമ്പിൽ തോറ്റുപോകാറുള്ള മനുഷ്യർ ഇപ്പോൾ കടലിനടിയിലെ ഒരു ചരിത്ര സ്മാരകമായി അതിനെ കരുതിപ്പോന്നു. ടൈറ്റാനിക് മുങ്ങിയിട്ട് 113 വർഷം പിന്നിടുന്നു.